What a beautiful wind in the air. Twinkle, twinkle, little star. How I wonder what you are. സത്യം പറയാലോ, ഞാൻ എത്രയോ പ്ലെയിനുകളിൽ കയറിയിട്ടുണ്ട്. പക്ഷേ ഇത്ര ഓപ്പൺ ആയിട്ടുള്ള ഫ്ലൈറ്റിൽ ആദ്യമായിട്ടാണ്. I like your flight. Thank you. That is പനമ്പള്ളി. Say പനമ്പള്ളി. പന്നിപ്പാളും അല്ല, പനമ്പള്ളി. പണിപ്പാളി എന്നൊന്നല്ല. ദേ എത്താറായി. ഒന്ന് വേഗം ഓടിക്കുക, എന്റെ ഷോ തുടങ്ങാനുള്ളതാണ്. അതാണ്. I am the new show starting Funny Nights with പ്യാളിമാണി. അതെ, എത്തി. ഓഫീസ് എത്തി. ഓക്കെ, അപ്പൊ ശരി, എല്ലാം പറഞ്ഞ പോലെ വണ്ടി നിർത്തിക്കോളൂ. No. എന്റെ സീന്റെ ഓഫീസ് ഇതേ അങ്ങോട്ട് പോകുന്നു. Please relax. ഒന്ന് please stop it. Please land. Brake. There's no brake. Crash There's no landing. brake. ഞാൻ ചാടാ. താമ്പോടോ. അയ്യോ, ഡോ പൈലറ്റേ, തനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. എന്താ മണ്ണെണ്ണ വാങ്ങിച്ചിട്ട് വരാനാ? എന്റെ പട്ടി വാങ്ങിക്കും. സത്യം പറയാലോ, ഒന്നും പറയണ്ടാട്ടാ. ഞാനൊരു ഗ്രാൻഡ് എൻട്രി അല്ലേ, അങ്ങനെ വിചാരിച്ചിട്ട് ഒരു പ്ലെയിൻ വാടകയ്ക്ക് എടുത്തിട്ട് ചാടി വന്നതാ. അത് ക്രാഷ് എൻട്രി ആയി പോയി. മാസ് എൻട്രി ആണ് ഞാൻ പ്രതീക്ഷിച്ചത്. സത്യം പറയല, ആ പൈലറ്റ് എന്നെ വഞ്ചിച്ചതാ. ആ പൈലറ്റ് പറയാണ് ഫ്ലൈറ്റില് ബ്രേക്ക് ഇല്ലെന്ന്. ബ്രേക്ക് ഇല്ലാത്ത ഫ്ലൈറ്റിൽ പിന്നെ നമ്മൾ ഇരിക്കാൻ പാടില്ല. നമുക്ക് അഭിമാന പ്രശ്നമാണല്ലോ. കന്നാസ് അയാൾ പറഞ്ഞത് പെട്രോളും കൂടി വാങ്ങിച്ചിട്ട് വന്നാൽ അതിന്ന് ഒറ്റ എന്റെ തലയിൽ. എന്തായാലും നല്ലൊരു എൻട്രി ആയിരുന്നു. ഈ കന്നാസൊക്കെ പിടിച്ചിട്ട് ഏതാണ്ട് റേഷൻ കടയിൽ മണ്ണെണ്ണ മേടിക്കാൻ പോയിട്ട് വരുമ്പോൾ ഉണ്ടായി കാണും. അതൊക്കെ എന്റെ എൻട്രി അടിപൊളിയായിരിക്കും. ഇതല്ലേ എൻട്രി? ഓൾറെഡി എൻട്രി ആയിരുന്നു. അയ്യോ, എൻട്രി ഇങ്ങനെയല്ല. എന്റെ എൻട്രി വേറെ. മാച്ചുള്ള ഞാൻ വരാം. ഹായ്, ഗുഡ് ഈവനിങ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. ഹായ്, സുഖമല്ലേ എല്ലാവർക്കും? എല്ലാവർക്കും ഈ ഷോയിലേക്ക് ഹാർദമായ സ്വാഗതം. എന്തായി നല്ല ബോറായിട്ടുണ്ട്. നമുക്ക് അടുത്ത ആളെ വിളിക്കാം. ഇവിടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ടോ? ചേട്ടൻ നോക്കിക്കോ, മാസ് എൻട്രി ആയിരിക്കും. ഞാൻ പറഞ്ഞു എന്നെ പോലെ കോട്ട് സൂട്ടൊക്കെ ഇട്ട് നല്ല പുതിയ പാന്റ് ഒന്ന് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് വിളിച്ചു നോക്കാം. ചേട്ടാ. എന്തോ? അയ്യോ, എന്റെ ചങ്ങാതി പാന്റ് കാലിലിട്ടോണ്ടാണ് വരുന്നത്. അയ്യോ, കാലിലിട്ടോണ്ട് വന്നല്ല, ഞാൻ ഈ പാന്റ് കയറ്റി ഇട്ടോണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്നെ വിളിച്ചത്. അപ്പൊ ഞാൻ വിളിച്ചിട്ട് അപ്പൊ തന്നെ വന്നില്ലെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങൾ എനിക്ക് പകരം വേറെ ആളെ എടുത്താലോ? ഞാനൊരു നല്ല ഷോ ഉദ്ദേശിച്ചത്, ഇതൊരു വെറി പട്ട് ഷോ ആയിപ്പോയി. അയ്യോ, അങ്ങനെ പറയുന്നത്. നമ്മൾ ഡീസന്റ് ആയിട്ട് ജനലക്ഷങ്ങളുടെ കയ്യടി മേടിച്ചിട്ട് ഗ്രിപ്പിൽ കയറി വന്ന ഒരു കലാകാരനെ. അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഞാൻ സിനിമയിലൊക്കെ കയറി ക്ലച്ച് പിടിച്ച് വരുവാ. എന്നെ ഇങ്ങനെ ജനങ്ങളുടെ ഉള്ളിലേക്ക് വിളിക്കണമെങ്കിൽ ഉണ്ടല്ലോ, നല്ല മാന്യമായ ഡീസന്റ് ആയിട്ടുള്ള എൻട്രി പഞ്ചുള്ള മ്യൂസിക് ഒക്കെ വേണം. ഇതിപ്പോ എന്ത് എൻട്രി മൊത്തം നാട്ടുകാരാണില്ലേ? ഇവിടെ കണ്ടു. അയ്യോ, നാട്ടുകാർ മൊത്തം കണ്ടത്. എല്ലാരും കണ്ടു. ആ പാപ്പൻ ഇതുവരെ ചിരി നിർത്തിയിട്ടില്ല. പ്രിയമുള്ള കലാസ്നേഹികളെ, സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കാത്ത ഒരു മാന്യമായ ഒരു ഡീസന്റ് പരിപാടിയാണ് ഫണ്ണി നൈറ്റ് വിത്ത് പേളി മാണി. മര്യാദക്ക് ഡ്രസ് ചെയ്തുണ്ടോ? അതെ, ഇനി ഇവിടെ ഇതുപോലത്തെ വേറെ ആരെങ്കിലും കൂടി ബാക്കിയുണ്ട്. വിളിച്ചാലോ? വിളിക്ക്. നമുക്ക് പ്രാർത്ഥിച്ചിട്ട് പോവാം. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണേ. സുധീരേട്ടാ, ഞാനാണ് സുധീർ. ഇതെന്ത് വേഷമാണ്? പ്ലീസ് ടെൽ മീ. പുതുമോണെന്ന് പറഞ്ഞില്ലേ ഏട്ടൻ? അതുകൊണ്ടല്ലേ ഞാൻ കുളിക്കാനായിട്ട് കയറിയത്. അത് കൊള്ളാം. ആ കുളിയിലൊരു പുതുമയുണ്ട്. കാര്യം ഒരു മാസത്തെ കുളിക്കാറുള്ളൂ. അതിലൊരു പുതുമയുണ്ട്. കുളിച്ച് റെഡി ആയിട്ട് വരാൻ നേരത്തെ അവിടെ കയറിയതാണ്. പെട്ടെന്ന് റെഡി കുളിക്ക്, നന്നായിട്ട് തേച്ചരച്ച് കുളിക്കും. അതെ, ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ? വിളിക്കാനുള്ള ശക്തി ഇല്ലാത്തതുകൊണ്ടാണ്. ശക്തി വേണം. സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ ഒരു സമയത്താണ് ഇങ്ങനത്തെ ഒരാളെ ആവശ്യം. എല്ലാ കാര്യങ്ങളിലും എന്നെ മാനസികമായിട്ടും എന്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ടൊക്കെ ഒരാൾ എനിക്കുണ്ട്. അയാളുടെ പേരാണ് യശ്വന്ത് സഹായി. യശ്വന്ത് സഹായിയാണ്. യശു
മാം അങ്ങോട്ടേക്ക് ആയാ മാം സാബ്. ഹായ് മൂൺ വാക്കാണ് അത് പണ്ട് ശരി. മൂണിലായിരുന്നു ആ, ഇത് കൊള്ളാം. രണ്ട് അടിയൊക്കെ വന്ന താങ്ങിക്കോളും. കണ്ടില്ലേ എന്നോടുള്ള സ്നേഹം കണ്ടില്ലേ. ആ കത്തി ഒന്ന് മാറ്റി കത്തി വേണ്ട. കൊള്ളാം, അസിസ്റ്റന്റ് കൊള്ളാം. അപ്പൊ എന്തായാലും നീ റെഡി അല്ലേടാ? അതെ. എല്ലാ സാധനങ്ങളും ഇന്നത്തെ സെറ്റ് ചെയ്തു. ഗസ്റ്റിന് വേണ്ടിട്ട് ഞാൻ അവിടെ പഴംപൊരി ഉണ്ടായിക്കൊണ്ടിരിക്കുക. പഴംപൊരി ഉണ്ട്, വേഗം പോയി ഉണ്ടാക്കിയോ. ചൂട് പഴംപൊരി, നല്ല മധുരമുള്ള പഴംപൊരി, നല്ല പഴുത്ത പഴം നോക്കി എടുക്കൂ. അപ്പൊ ചേട്ടന് പോയിട്ട് വാ. Okay. ഞാൻ എന്തായാലും എന്റെ ഓഡിയൻസിനോട് കുറച്ച് ഓക്കെ, കാര്യങ്ങൾ താങ്ക് യു. നമ്മളെല്ലാരും ഇന്ന് ഈ ഷോ തുടങ്ങുകയാണ്. സത്യം പറയാലോ, ഈ ഒരു ഷോ തുടങ്ങാന്ന് വിചാരിച്ചപ്പോ ഞാൻ ആലോചിച്ചത് എവിടെ ഷൂട്ട് ചെയ്യും. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നല്ലൊരു ഹോട്ടൽ അല്ലെ, നല്ലൊരു 5 സ്റ്റാർ ഹോട്ടൽ. ബിക്കോസ് ഈ ഹോട്ടലില് നല്ല റൂമുകളുണ്ട്, സ്വീറ്റ് റൂംസ് ഉണ്ട്. കുറെ പൈസ കൊടുത്തിട്ടാണ് ഞാൻ അത് വാങ്ങിയത്. പക്ഷെ ഒരു പ്രശ്നം പറ്റി. ഈ ഹോട്ടലില് ഓൾറെഡി ഒരു 4 പേരുണ്ടായിരുന്നു. അവരെയാണ് നിങ്ങൾ കണ്ടത്. എനിക്ക് എന്തൊക്കെ പറഞ്ഞാലും ഇവർ ഒഴിച്ചുവിടാൻ പറ്റില്ല. പിന്നെ വിചാരിച്ചു ഇവര് നമ്മുടെ കൂടെ കൂടി ഈ ഷോയിന്റെ ഒരു ഭാഗം ആയിക്കോട്ടെ അല്ലേ. ഇനി എനിക്ക് പറയാനുള്ളത് ഈ ഷോയിന്റെ കാര്യമാണ്. ഫണി നൈറ്റ്സ് വിത്ത് പേർലി മണി എന്ന് പറയുന്ന ഈ ഷോയില് അടിപൊളി സെലിബ്രിറ്റീസ് വരും. ഈ ഗസ്റ്റുകളുടെ കൂടെ നമ്മൾ കുറെ ഇന്ററാക്ട് ചെയ്യും, ഗെയിംസ് കളിക്കും, നമ്മൾ അടിച്ചു പൊളിക്കും, ഡാൻസ് ചെയ്യും, പാട്ട് പാടും. ഇതൊക്കെയുണ്ട്. ക്വിസ് ഉണ്ട്, ഇന്റലിജൻസ് ഒക്കെ നമ്മൾ നോക്കും, അതൊക്കെ ഉണ്ട്. പ്ലസ് ഇവരെ കാണാനായിട്ട് ഇവരുടെ ഭയങ്കര ഫാൻസ് വരും. വിച്ച് മീൻസ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങൾക്കും ഈ ഷോയില് ഈ ഹോട്ടലിലേക്ക്, ഹോട്ടൽ രതീഷിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ ആക്ച്വലി എന്താ പ്രശ്നം എന്ന് വെച്ചാല് ഇവിടെ യുവജനോത്സവം ഒക്കെ നടക്കുന്ന ഒരു സമയമാണ്. ഓക്കെ, അപ്പൊ കുറച്ച് ഗസ്റ്റുകൾ ഇവിടെ റൂം എടുത്തിട്ടുണ്ട്. അപ്പൊ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്യണം. അവരിപ്പോ എത്തും. അപ്പൊ ഞാൻ വേഗം പോയി സെറ്റ് ചെയ്യട്ടെ. അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ. ദിസ് ഇസ് സ്വയംവര സിൽക്സ് ആൻഡ് കൈലി ജുവലേഴ്സ് പ്രസൻസ് ഫണി നൈറ്റ്സ് വിത്ത് പേർലി മണി. ചെമ്പരുന്തു പാറുന്ന നീലവാനം, തിരമാലകളല തല്ലും കടാപ്പുറമെന്നു കേട്ടാൽ കരളിലേക്കോടിയെത്തും കറുത്തമ്മ തന്നുടെ പ്രണയകഥ, ദുരന്ത കഥ. അയ്യോ, സൂപ്പർ 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 മഞ്ജിമ, സൂപ്പർ. എൻ്റെ എല്ലാവരും അടിപൊളി. ഇതേപോലെ തന്നെ സ്റ്റേജ് ചെയ്താൽ മതി. ഈ തവണത്തെ ട്രോഫി നമ്മുടെ സ്കൂളിലിരിക്കും. ശരി പൊക്കോ, മക്കൾ പൊക്കോട്ടെ. ഓ ഹിസ്ര മാഷേ എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെയാണ്, ധൈര്യമായിട്ടിരുന്നോ. മാഷിക്ക് അറിയാലോ, ഞാൻ ഈ സ്കൂളിൻ്റെ ഹെഡ് മാഷ് ആയതുകൊണ്ട് പറയല്ല. ഒരൊറ്റ കൊല്ലം കൂടിയുള്ളൂ, അത് കഴിഞ്ഞ് ഞാൻ റിട്ടയറാണ്. എന്താ വെച്ചാൽ ഇപ്രാവശ്യം നമുക്ക് സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ ഫസ്റ്റ് അടിക്കണം എന്നുള്ള പ്രതീക്ഷ മാഷിലാണ്. മാഷെ ധൈര്യമായിട്ട് അതിന് വേണ്ടിയിട്ടല്ലേ ഞാൻ രാപ്പകൽ അധ്വാനിക്കുന്നത്. ആയിക്കോട്ടെ. എനിക്ക് ആകെ കൂടി പ്രതീക്ഷയുള്ളത് ഭരതേട്ടൻ മോഹനേട്ടൻ, മോഹനേട്ടൻ അല്ല ഭരതനാട്യത്തിനും മോഹിനിയാട്ടത്തിനും എന്തെങ്കിലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെയുള്ളത് കുച്ചിപ്പിടിയും ഭരതനാട്യമാണ്. അത് നല്ല നല്ല സ്കൂളൊക്കെ ഒന്ന് കരസ്ഥമാക്കൂലോ മാഷെ. അതും കയ്യിൽ നിന്ന് പോയാ. പിന്നെ മോണോ ആക്ട്, മിമിക്രി, അത് അന്തസ്സുള്ള കുട്ടികൾ കരസ്ഥമാക്കും. പിന്നെ എന്തിനാ ഇപ്പൊ നമ്മള് പോണത്? പദ്യപാരായണം ഉണ്ടല്ലോ, അതിലെങ്കിലും ഇത്തവണ ട്രോഫി കരസ്ഥമാക്കുന്ന കാര്യം ഉറപ്പാണ്. ആണല്ലേ? പിന്നെ അതും മതി. മാഷേ, ആരാ മനസ്സിലായില്ല? മാഷ് എന്നെ മനസ്സിലായില്ലേ? ഇല്ല. ഞാൻ ഹിന്ദി മാഷ് ശങ്കരൻ. ഈശ്വരാ, ഹിന്ദി ഭാഷ ശങ്കരൻ ഓട്ടത്തിലല്ലേ വേഷത്തിന്? എന്റെ മാഷ ഒന്നും പറയണ്ട. നമ്മുടെ ടെൻബിയിലെ സുമേഷ് ഇല്ലേ, സുമേഷിനെ കാണാനില്ലായിട്ട് ഞാൻ ഇവനെ തപ്പി നേരെ മേക്കപ്പ് റൂമിൽ ചെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇച്ചിരി ഒന്ന് ഉറങ്ങിപ്പോയി. പിന്നെ എഴുതിയപ്പോഴത്തേക്കും ഈ കോലത്തില് എന്ത് ചെയ്യാനാ? നല്ല രസമല്ലേ? സൂപ്പറല്ലേ? സൂപ്പറാ. സാധാരണ യുവജനോത്സവം കഴിഞ്ഞിട്ടാണല്ലോ എനിക്ക് ഇടി കിട്ടാറ്. ഈ തവണ യുവജനോത്സവത്തിന് മുമ്പ് തന്നെ ഇടി കിട്ടുമെന്നാ തോന്നുന്നത്. ഞാൻ ആ മേക്കപ്പ് ചെയ്തവനെ ഒന്ന് കണ്ടുവച്ച് വരാം. മാഷ് ഇവിടെ തന്നെ കാണണം. ശങ്കരൻ മാഷൊക്കെ ഓട്ടം തുള്ളലിന്റെ ഡ്രസ് ഫസ്റ്റ് അടിക്കോട്ടെ ഉറപ്പടി അടിക്കുന്നതാണ്. ഇപ്പൊ പാടണം. സ്റ്റേജിൽ തെറ്റിച്ചാലോ? ഇപ്പൊ പറഞ്ഞോ, ഞാൻ അവിടെ സ്റ്റേജിലാണ്. ശങ്കര താമസമെവിടാ പറ,
ശങ്കര താമസമെവിടാ പറ വേലയില്ലാതായടാ വർക്കുണ്ടോടാ ശങ്കര നല്ല നന്നായിട്ടുണ്ട്. ഈ പാട്ടല്ല പാടുന്നത്, വേറെ പാട്ടാ വേറെ പാടുന്നത്. എന്താ പാടുക? വേറെ പാട്ടല്ല, പിന്നെ ഡാൻസ് ആണല്ലോ. Dance ചെയ്യോ? ഡാൻസ് സൂപ്പറാണ് എൻ്റെ. എങ്ങനത്തെ ഐറ്റം ഡാൻസ് ആണോ? അല്ല, ഐറ്റം ഡാൻസ് കളിക്കില്ല, കാരണം യുവജനോത്സവത്തിൽ ഐറ്റം ഡാൻസ് ഇല്ല. ആ, അതുണ്ടെങ്കിൽ തന്നെ ഞാൻ കളിക്കൂല. അതെന്താ കാരണം? പൊക്കിള് കാണിച്ച് കളിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല ഡാൻസ്. ഭരതനാട്യം ഞാൻ പഠിച്ചിട്ടില്ല. പിന്നെ മോഹിനിയാട്ടം പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അത് സാധിച്ചില്ല. പിന്നെ ആകെ അറിയാവുന്ന നല്ല നാടൻ കള്ളവാറ്റ് കൂടിയാ. അതൊരു കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്തതുകൊണ്ട് ഗപ്പൊന്നും കിട്ടിയിട്ടില്ല. എന്താ ഇപ്പോ പരിപാടി? പരിപാടി ഒരു വൺ മാൻ ഷോ നടത്താനുള്ള പരിപാടി. എന്താ നിനക്ക് താല്പര്യമുണ്ടോ? ഒരു ഗൃഹനാഥൻ പാറമടയിൽ കാലത്ത് 8 മണി മുതൽ പണി തുടങ്ങി വൈകിട്ട് 5 മണി വരെ അവൻ പാറമടയിൽ ജോലി ചെയ്തിട്ട് പൈസയായിട്ട് വരും. ഒരു മെനകെട്ട തള്ളയും മോനും കൂടെ കൂടി സ്കൂൾ യുവജനോത്സവത്തിന്റെ പേരിൽ ഗാനമേള, ഭരതനാട്യം, കുച്ചിപ്പുടി എന്ന് പറഞ്ഞിട്ട് ആ പൈസ അങ്ങ് അടിച്ചു പൊട്ടിക്കുക. ആരാന്നറിയാമോ? എന്റെ ഭാര്യയും മോനും നിൽക്കണേ. ഭാര്യ എന്നാ നീ കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടോ നീ? കേട്ടിട്ടുണ്ട്. പപ്പ ഒരു കാര്യം പറയാനുണ്ട്. നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് എന്റെ പേരെടുത്ത് വിളിക്കരുത്. പലരോട് പറഞ്ഞോളാം. എന്റെ ദൈവമേ, മുടിയാനായിട്ട് നിങ്ങൾ പേര് വിളിച്ചതല്ല മനുഷ്യ, അച്ഛാന്ന് വിളിച്ചതാ. അച്ഛാന്ന് വിളിച്ചാ എനിക്ക് ധ്വനി കേട്ടിട്ട് അവൻ എന്റെ ഗതികേടായിട്ട് ഈ മനുഷ്യനില്ലേ വയറ് നിറച്ച് കള്ളും കുടിച്ച് വന്നിട്ട് എന്റെ നാട്ടിലും വീട്ടിലൊക്കെ നാട്ടിക്കില്ലാ പണി. ഇപ്പൊ ഇങ്ങടെ വേറെ എന്റെ പൊന്നു മോനെ, എന്തൊരു നല്ല കലാവാസനയുള്ള കുട്ടിയാണെന്നറിയോ? കലാജീവിതം നശിപ്പിക്കാൻ വന്നിരിക്കുന്നു. എത്ര വർഷമായിട്ട് ഇത് തുടങ്ങിയിട്ട്? 1ാം ക്ലാസ് മുതൽ തുടങ്ങിയല്ല പരിപാടിയല്ലേ ഇന്ന് വരെ ഒരു സോപ്പ് വെട്ടി ഒരു പ്രൈസ് ആയിട്ട് മേടിച്ചു കൊടുത്തിട്ടില്ല വീട്ടിൽ. സാറായിരുന്നു? അതെ. അയ്യോ, ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഞാൻ അറിയാതെ ഞാൻ പേര് വിളിച്ചു. കുഴപ്പമില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇത്രയും നല്ലൊരു ഭാര്യയെ കിട്ടിയിട്ട്, ഇത്രയും സ്നേഹമുള്ളൊരു ഭാര്യയെ കിട്ടിയിട്ട് നിങ്ങൾ എന്തിനാ ഇവരെ ഉപദ്രവിക്കുന്നത്? അത് കൊള്ളാം. ഇത്രയും സമയത്തിനിടയ്ക്ക് ഇവരുടെ ആ സ്നേഹം നിങ്ങൾ അങ്ങ് അറിഞ്ഞു, ആസ്വദിച്ചു. ഇവളിതൊക്കെ പ്രഹസനല്ലേ? ഈ നാട്ടുകാരെ കാണാൻ വേണ്ടിയുള്ള ഇവിടെ വെറും പ്രഹസനം. നിങ്ങൾക്കൊരു കാര്യം അറിയോ എന്റെ സാറേ? കല്യാണത്തിന് മുമ്പേ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി ഇതൊക്കെ പഠിച്ച ആളാ ഞാൻ, അറിയോ? അതൊക്കെ പഠിച്ചു. അരങ്ങേറുന്നത് കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്റെ നെഞ്ചത്താന്ന് പറഞ്ഞു. നിങ്ങളെ ഇവിടെ വർത്താനം പറഞ്ഞു, എനിക്ക് നേരല്ല, എനിക്ക് കുറച്ചുകൂടി ഇവളുടെ ചരിത്രം സാറാണ്. ഇവക്കടെ ചരിത്രം എനിക്ക് കുറച്ചും കൂടി എന്താടാ ചിന്തേർപൂള് തലയാ? ഇത് നിന്റെ മോനല്ലേ? സ്വന്തം തെറ്റ് എന്റെ തലയെ കെട്ടിവെക്കാനുള്ള നിന്റെ വ്യാമോഹം കൊള്ളാമടാ, കൊള്ളാം. ഈ നല്ലൊരു മാഷിനെ എന്നെ ചേർത്ത് ഈ മനുഷ്യൻ ഇങ്ങനെ പറയുന്നു. ഞാനിതെങ്ങനെ സഹിക്കുന്നേ? ഇതൊരു വിധിയായിട്ട് കരുതിയ മതി.
അത് കൊള്ളാം. തിരുവനന്തപുരത്തിന് വേണം KSRTC ബസ്സിൽ കിടക്കണ കിടപ്പുണ്ടോ അവന്മാര്? എന്റെ പെണ്ണുമ്പിളൊന്ന് കരഞ്ഞപ്പോ ആ കണ്ണീരിൽ പിടിച്ച് കേറുവാണ്. അല്ലടാ നാറി. അച്ഛന്റെ വാവല്ലേ ഞാൻ എന്നോട് ക്ഷമിച്ചൂടെ? എടാ 10-25 വയസ്സായില്ലടാ അതിന്. ഇപ്പോഴും 4ാം ക്ലാസ്സിൽ കിടക്കുക അവൻ. 4ാം ക്ലാസ്സിൽ വല്ല പണിക്കും പോയിടാ പോത്തേ. പപ്പ ആ ഇനി വിളിക്കടാ പപ്പാന്ന് വിളിക്ക. നിന്റെ പിതൃത്വം കൂടെ എന്റെ തലയിൽ വെക്ക. നീ മര്യാദക്കല്ലേ ഞാൻ പോലീസിനെ വിളിക്കും. നീ പോലീസിനെ വിളിക്കോ? വിളിക്കും. നീ പോലീസിനെ വിളിക്കോളാ? വിളിക്ക് സാറേ, വിളിക്ക് സാറേ. അയ്യോ, മാഷേ, എന്റെ മാഷേ. അയ്യോ. മാഷേ. മോനെ, അവരെ. അയ്യോ. എന്റെ മാഷ വിടാ. അയ്യോ എന്റെ മാഷ തന്നെ വിടാ. ചണ്ടല്ല മാഷ തൊട്ട് കളിക്കാണല്ല. മാഷ തൊട്ട് കളി. ചുങ്കുടുവാവേ, നീ എന്റെ ചുങ്കുടുവാവേ അല്ലേ? അല്ല എന്റെ ചക്കഴമുത്തല്ലേ? അല്ലെന്ന് പറഞ്ഞില്ലേ? ഞാൻ പാറമടയിൽ ജോലി ചെയ്തിട്ട് വരുമ്പോ സഹിക്കാൻ പറ്റില്ല. പാറമടയിൽ ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോ എന്റെ കയ്യിൽ പാപ്പം ഉണ്ടോന്ന് നോക്കിയപ്പോ വാദപ്പടിയിൽ കാത്തിരിക്കുന്നു. നിനക്ക് ഞാൻ എത്ര പ്രാവശ്യം ഒടിച്ചാൽ നൂല് വരുന്ന നെയ്യപ്പം മേടിച്ച് തന്നിട്ടുണ്ടടാ. ഒരങ്ങൻ പാളയങ്കടം പഴം തിന്നുന്നവർ എന്തോരം നീ തിന്നിട്ടുണ്ടോ? എന്റെ വിഷമം കൊണ്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനായ നിനക്കൊക്കെ ക്ഷമിച്ചുകൂടാ. ഒരാള് വിളവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുക ഇതിന്റെ ഇടയ്ക്ക്. എന്നാലും എന്റെ മോൻ വയ്ക്കാൻ പറ്റുന്നില്ലേ? എന്നെ നേരെ പണിയെടുത്തു. ഇനി അച്ഛൻ കൊടുക്കില്ല. പപ്പ ഒരു മനുഷ്യന് നന്നാവാൻ ദൈവം ഒരു അവസരം കൊടുക്കും. ആ അവസരം ഇത്. ശരിയാ സാർ. നീ നിന്റെ മോനും ഭാര്യയ്ക്കും കലോത്സവത്തിന് പോകാൻ അനുഗ്രഹം കൊടുക്ക്. ആ പ്രിയമുള്ള പ്രേക്ഷകരെ, എൻ്റെ അനുഗ്രഹം മാത്രം പോരാ, നിങ്ങളുടെ പ്രോത്സാഹനം കൂടെ വേണം. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന കൂടി വേണം. എൻ്റെ ഭാര്യയ്ക്കും ഇവൻ്റെ മോനും കലോത്സവത്തിൽ എല്ലാവിധ വിജയാശംസകളും ഞങ്ങൾ. മോനെ, ഞാൻ പഠിപ്പിച്ച ഭരതനാട്യം അവന്റെ നെഞ്ച് തരങ്ങേറടാ. അയ്യോ കളിക്കടാ മോനെ, കളിക്കടാ. ഇന്നത്തെ ഫസ്റ്റ് എപ്പിസോഡ് ആയതുകൊണ്ട് വളരെ സ്പെഷ്യൽ ആയിട്ട് ഒരു ഗസ്റ്റിനെയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, ഹീസ് എ വെരി വെരി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു ആക്ടറാണ്. ഇദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ ഭയങ്കര ഹമ്പിളാണ്. ഹീസ് വെരി സിമ്പിൾ, വെരി ഫണ്ണി. അതുകൊണ്ട് തന്നെയാണ് ഫണ്ണി നൈറ്റ്സ് വിത്ത് പേർലി മാണിയിൽ ഇദ്ദേഹം പെർഫെക്റ്റ് ഗസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നിയത്. ലെറ്റ്സ് ഇൻവൈറ്റ് none other than our own ഹലോ ചേട്ടാ, how are you? എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ ഗ്രാൻഡ് എൻട്രി? ഗംഭീരായിട്ടുണ്ട് സെറ്റ്. സൂപ്പർ അല്ലേ? അടിപൊളിയായിട്ടുണ്ട്. ഞങ്ങളുടെ ഫസ്റ്റ് എപ്പിസോഡിൽ ഞാൻ ആലോചിച്ചു എങ്ങനത്തെ ഒരു ഗസ്റ്റിനെ കൊണ്ടുവരണം, ചേട്ടൻ മതി എന്ന് ഞങ്ങൾ എല്ലാവരും ഒത്തൊരുമയോടെ പറഞ്ഞു അല്ലേ? ഞാൻ ഈ പ്രോഗ്രാമിന് വരാൻ കാരണം നമ്മൾ ചില ആക്ടേഴ്സിന്റെ സിനിമ വളരെ ഗ്യാരണ്ടിയോടുകൂടി പോയി കാണില്ലേ. കാരണം അയാൾ ചെയ്യുന്നത് മോശമാവില്ല എന്ന് പറയില്ലേ. എന്ന് പറഞ്ഞ പോലെ പേളി ഹോസ്റ്റ് ചെയ്യുന്ന പ്രോഗ്രാം ഒരിക്കലും മോശമാവില്ല എന്നുള്ള വിശ്വാസത്തോടുകൂടി തന്നെയാണ്. മാത്രമല്ല എല്ലാം സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഷോസ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇതും ഗംഭീരമാവും എന്ന് തന്നെ ഞാൻ ഉറപ്പാണ്. താങ്ക് യു സോ മച്ച് ചേട്ടാ. ചേട്ടന്റെ വൈഫ് അടിപൊളി ഷെഫാണ് കേട്ടോ. ഷീ കുക്സ് സോ വെൽ. അന്ന് എന്തൊക്കെയാ നമ്മൾ കുറെ വെറൈറ്റി ഐറ്റംസ് നമ്മൾ കുറെ കഴിച്ചു. ആൻഡ് അങ്ങനെയാണ് എന്റെ തടി കൂടിയത്.
ചേട്ടൻ ഇടുന്ന ഡ്രസ്സ് മിക്കതും ചേച്ചിയാണ് ഉണ്ടാക്കുന്നത്. സരിത ചേച്ചി ഉണ്ടാക്കുന്നതെന്ന് വെച്ചാല് തയ്ക്കുന്നതൊക്കെ ഡിസൈൻ ചെയ്യുന്നത്. നിങ്ങളുടെ കല്യാണത്തിന് ശേഷമുള്ള നിങ്ങളുടെ വിശേഷങ്ങൾ പറയും. എനിക്ക് അറിയത്തില്ല, വന്നില്ലല്ലോ, ഞാൻ വിളിച്ചിട്ട് വന്നില്ലല്ലോ. അല്ല, അത് ഇത്തിരി കുറച്ച് തിരക്കായി പോയി. ഞങ്ങളുടെ വീട്ടിലേക്ക് എന്താണ് കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി വരാതെ? എന്നെ എന്ന് ഇൻവൈറ്റ് ചെയ്യുന്നു അന്ന് ഞങ്ങൾ ഈ മൊമെന്റിൽ വിളിച്ചിരിക്കുന്നു. ആണോ? പ്ലീസ്, വി ആർ ദ കമിങ്. യെസ് പ്ലീസ്. അപ്പൊ നമുക്ക് ഓഡിയൻസിനും കുറച്ച് കാര്യങ്ങൾ ചേട്ടനോട് ചോദിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ഓഡിയൻസ്. ആർക്കാണ് എന്താണ് ചോദിക്കാനുള്ളത്? ഹായ്, എന്താ പേര് പറഞ്ഞോളൂ? രേഷ്മ. രേഷ്മ, നമസ്കാരം രേഷ്മ. നമസ്കാരം. എവിടെയാണ് സ്ഥലം? പാനായിക്കുളം. ആലുവ പാനായിക്കുളം. ഓക്കെ, എന്റെ വീടാണ്. നമ്മള് എന്നിട്ടാണ് ചോദിക്കണത് അല്ലേ പാനായിക്കുളം? ഞാൻ പാനായിക്കുളം ആ ഭാഗത്ത് കേട്ടത് വേറെന്തോ ആണ്. അതെല്ലേ. നടനായില്ലായിരുന്നെങ്കിൽ ആരാവാനായിരുന്നു ആഗ്രഹം? നടനായില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഈ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയേണ്ടി വരില്ലായിരുന്നു. നടനായില്ലായിരുന്നെങ്കിലും എനിക്ക് തോന്നുന്നു മീഡിയയിൽ തന്നെ ഉണ്ടാവും രേഷ്മ. കാരണം അതല്ലാതെ ഒരു ജോലി എനിക്ക് അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അവിടെ ഇരിക്കും. ഒരു റെസ്പെക്റ്റിൽ നിൽക്കുകയാണെങ്കിൽ നിന്നോട്ടെ, കുഴപ്പമില്ല. ഞാൻ നിൽക്കുന്നുണ്ട്, നമ്മൾ നിൽക്കുന്നുണ്ടല്ലോ. ചിലവർ ഈ ഉടുപ്പ് കാണിക്കാനായിട്ട് നിൽക്കുന്നു. അയ്യോ, നല്ല സാരി. എന്താ പേര്? എന്റെ പേര് ഷിബിന്ന്. ഞാൻ അടുവാശ്ശേരിന്ന് വരുന്നത്. ഏതാ? അടുവാശ്ശേരി. നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ ഒക്കെ അടുത്തായിട്ട്. നിങ്ങൾ ഈ ആലുവയിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കടുവാശ്ശേരിന്ന്. എനിക്ക് ചോദിക്കാനുള്ളത്, ഇത്രയും വർഷമായിട്ട് ജയസൂര്യ ഒരുപാട് സിനിമകൾ അഭിനയിച്ച്, അപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഇനി അഭിനയിക്കാൻ ഒരു കഥാപാത്രം ഉണ്ടാവില്ല ഒരാൾക്ക് അഭിനയിക്കണമെന്ന്. അപ്പൊ ഇനി അഭിനയിക്കാൻ ഏത് കഥാപാത്രം അഭിനയിക്കാനാണ് ഇഷ്ടം? രണ്ട് ചോദ്യം അല്ലേ? ഇത്രയും ചെയ്താലേ ഏതാണ് ഇഷ്ടം? മക്കളൊക്കെ ഉണ്ടോ? മക്കളുണ്ട്, 2 കുട്ടികൾ. ഓ, ശരി. ഈ 2 പേരിൽ ആരെയും ഇഷ്ടം? എനിക്ക് 2 കുട്ടികൾ ഒരുപോലെയാണ്. അത് തന്നെയാണ്. പിന്നെ എനിക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു ജോക്കർ എന്ന് പറഞ്ഞൊരു സിനിമ ഇപ്പം ഇറങ്ങി. അതുപോലെ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ്, അങ്ങനത്തെ സിനിമകളൊക്കെ ചെയ്യാനാണ്. ഓ, ജോക്കർ ചിരിച്ചുകൊണ്ട് കരയുകയും കരഞ്ഞുകൊണ്ട് ചിരിക്കുകയൊക്കെ ചെയ്യുന്ന ആ ഒരു രസല്ലേ? എനിക്ക് മനസ്സിൽ ചിന്തിച്ചിട്ട് എനിബഡി ക്യാൻ ഡു ഇറ്റ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് യു ആർ സംബഡി ഭയങ്കരമായിട്ട് ഡെഡിക്കേഷനും വേണം. ഇപ്പോഴുള്ള മലയാളത്തിലെ ആക്ടേഴ്സ് എല്ലാവരും വളരെ ഡെഡിക്കേറ്റഡ് ആണ്. നല്ല ആക്ടേഴ്സ് ആണ് ഇവിടെ. അതെ, ഇപ്പൊ ഞാനിപ്പോ ബോംബെയിൽ റീസെന്റ് ഒരു ഷൂട്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടുത്തെ ഹിന്ദി സ്പീക്കിംഗ് ഞാൻ കണ്ടിരുന്നു കേട്ടോ. എന്താ അതിന്റെ വിശേഷങ്ങൾ ഞാൻ കേൾക്കട്ടെ? അതിപ്പോ ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയത്. ഞാൻ കഴിഞ്ഞ 1 വർഷമായിട്ട് ടിവിയിലും ഒന്നും വരാത്തതിന്റെ കാരണം ഇസ് ബിക്കോസ് ഐ വാസ് ഡൂയിങ് എ ഹിന്ദി മൂവി. അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിൽ അഭിഷേക് ബച്ചൻ ഉണ്ട്, ആദിത്യ റോയ് കപൂർ ഉണ്ട്, രാജ്കുമാർ റാവ് ഉണ്ട്, പിന്നെ സാനിയ മൽഹോത്ര, സന ഷേഖ് ഫാത്മ ആൻഡ് മൈ സെൽഫ്, പിന്നെ രോഹിത് ഷറഫ് ഇസ് മൈ പെയർ, അനുരാഗ് ബാസു, നമ്മുടെ ബർഫി, ജഗ്ഗ ജാസൂസ് ഒക്കെ ചെയ്ത സെയിം ഡയറക്ടറാണ് ഇതിന്റെ ഡയറക്ടർ. സോ അതിന്റെ ഒരു ഇതിലായിരുന്നു. പിന്നെ April 24th ഇറ്റ്സ് റിലീസിങ് വേൾഡ് വൈഡ്. അപ്പൊ ചേട്ടാ, ഇത് ആദ്യത്തെ എപ്പിസോഡ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് സെഗ്മെന്റ്സ് ഉണ്ട്. ഐ വോണ്ട് യു ടു ഇനോഗ്രേറ്റ് ദീസ് എപ്പിസോഡ്സ്. ഈ സെഗ്മെന്റ് ശരിക്കും നമ്മുടെ ഫാൻസിനെ കൊണ്ടുവരുന്ന ഒരു സെഗ്മെന്റ് ആണ്. ബിക്കോസ് എല്ലാ സെലിബ്രിറ്റിക്കും ഒരു ഹാർഡ് കോർ ഫാൻ ഉണ്ടാവും. എല്ലാരെയും കൊണ്ടുവരാൻ പറ്റില്ലെങ്കിലും അതിലൊരാളെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരാളെ നമ്മൾ കൊണ്ടുവരണം. അപ്പൊ ഇന്ന് ജയേട്ടന്റെ ഒരു ഭയങ്കര ഹാർഡ് കോർ ഫാൻ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ബട്ട് ബിഫോർ ദാറ്റ് ഈ ഒരു സെഗ്മെന്റിന്റെ പേര് നമ്മൾ ഇങ്ങനെ ഇനോഗ്രേറ്റ് ചെയ്യണം. ഈ പേര് എന്താന്ന് വെച്ചാല്, എന്തോ ഇഷ്ടമാണ് എന്നെ എല്ലാവർക്കും. ലാലേട്ടനെ പോലെ ഒന്ന് കാണിച്ചു തരാം. എനിക്കത് പഠിപ്പിച്ചാൽ മതി. ഇത് പറയുമ്പോ ആ ഫാൻ ഇങ്ങനെ വരും. 1 2 3 സ്റ്റാർട്ട്. എന്തോ എന്നെ ഇഷ്ടമാണ്, എനിക്ക് ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. സൂപ്പർ സൂപ്പർ സൂപ്പർ. പക്ഷെ എന്നേലും ഇഷ്ടമുള്ള ഒരാളുണ്ട്. അതാരാന്ന് ഞാൻ പറയില്ല, വിളിച്ചു കാണിച്ചു തരാം. കുട്ടിമാമ, നിങ്ങൾ ഞെട്ടരുത് മാമ. എന്റെ ഭാര്യയാണ്. അല്ല, let's invite, പേര് പറഞ്ഞ സസ്പെൻസും. So let's invite ജയേട്ടന്റെ biggest fan. Hey, excuse me. ഇത് തന്നെയാണ് സർവത്ര മൂടുകളഞ്ഞു. കന്നി പെണ്ണെ കൺകതളിത്തേനെ കണ്ടപാടെ കട്ടു നിലാവേ ചിങ്ങം വന്നേ ചെങ്കതിരും കൊണ്ടേ ചങ്കിരുളി കാത്തുവച്ച താലി തരില്ലേ. ഈശ്വരാ,
ഇതിലെങ്കിലും കുറച്ച് സത്യം ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചു. പ്രതീക്ഷിച്ചില്ല അല്ലേ? ഇല്ല. കുട്ടി ശരിക്കും ഒരു ഫാനാണ്. കുട്ടി എന്ത് ചെയ്യുന്നു? എന്റെ പേര് നമിത പ്രമോദ് എന്നാണ്. ഞാൻ ചെറിയ കുറച്ച് സിനിമകളിലൊക്കെ ഇൻസ്റ്റാഗ്രാമില് ഫോളോവർ ആണ്. ഇൻസ്റ്റാഗ്രാമിൽ അല്ല, അച്ഛൻ. നന്നായി പഠിക്കുന്ന കുട്ടിയാണ് അല്ലേ? യു ബിൻ ക്ലാസ് ഫസ്റ്റ് ഒക്കെ. ക്ലാസ്സിൽ ഫസ്റ്റ് അല്ലേ? ഫസ്റ്റ് ഒന്നും അല്ല, എന്നാലും അത്യാവശ്യം മാർക്സ് ഉണ്ടായിരുന്നു. ചേട്ടന്റെ സ്കൂളിലൊക്കെ എങ്ങനെയായിരുന്നു മാർക്ക്? ഞാൻ വളരെ നല്ല. എനിക്ക് ചേട്ടൻ പറയുകയാണെങ്കിൽ ഞാൻ പറയാം എന്റെ മാർക്ക്. ഞാൻ ഒരു 65 72 ഉണ്ടായിരുന്നു. ആണല്ലേ? അത് പറയാൻ വേണ്ടിട്ടാണ് എന്നെ കൊണ്ട് പറയിച്ചത്. ഇനി നമിതയ്ക്ക് എത്രയാണ്? 100 പ്ലീസ്. ചോദിക്കാം. മോർ ദാൻ 94. ഈ പ്രോഗ്രാമിനെ പറ്റില്ല, കുട്ടി പോകും. ഇതിലേക്ക് ഈ പ്രോഗ്രാമിന് അത്യാവശ്യം ഉറപ്പന്മാരാണ് വേണ്ടത്. ആസനസ്ഥരാക്കിയോളൂ. അപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വയംവര സിൽക്സ് ആൻഡ് കൈലി ജുവലേഴ്സ് പ്രസൻസ് ഫണ്ണി നൈറ്റ്സ് വിത്ത് പരിമണി. പേളിന് അന്വേഷിച്ചൊരു സായിപ്പ് ആ ജംഗ്ഷനിൽ കിടന്ന് ഒച്ച ഉണ്ടാക്കണ്ടല്ലോ. എന്താ പറയാ, ഇപ്പൊ ബോളിവുഡ് ആയാണ് ഹോളിവുഡിലേക്കുള്ള ചാൻസ് ആയിരിക്കും. അതല്ല, ഇത് ഹോളിവുഡിൽ ക്ഷണിക്കാനായിട്ട് എനിക്ക് തോന്നണില്ല. സംസാരം ബഹളം കേട്ടത് എന്തോ ഒച്ചപ്പാട് ഉണ്ടാക്കണ പോലെ തോന്നുന്നത്. പൈലറ്റ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒഴിവാക്കാനായിട്ട് ഞാൻ കാര്യമായിട്ടൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അയാൾക്ക് ഇങ്ങോട്ടുള്ള വഴി അറിയില്ല, ഇങ്ങോട്ട് വരികയില്ല എന്നുള്ളൊരു ഉറപ്പാണ്. ഹലോ ഹലോ ഹലോ, ഐ വാണ്ട് മൈ മണി. മണി വീട്ടിലാ, എന്റെ ഡാഡി അടിക്കും. അല്ല, പ്രൈസ് മണി കൊടുക്കാൻ റിയാലിറ്റി ഷോ അല്ല. ഇനി അങ്ങനെയുള്ള ഷോ വേണമെങ്കിൽ പാട്ടിന്റെ ഡാൻസിന്റെ ഒക്കെ വേറെ ഷോ ഉണ്ട്, നമുക്ക് അതിൽ കൊടുക്കാം. I flew here from very far. I flew thousands of miles. I paid for fuel. I want my money now. അതാണ് പ്രശ്നം. മറുപടി പറഞ്ഞു. എനിക്കിത് അപ്പഴേ തോന്നിയായിരുന്നു. എന്താ വിഷയം? ഞാൻ ഇപ്പൊ വരാം, എനിക്ക് തലവേദന എടുക്കുന്നു. No, I want my money now. I came from very far. I came to Kochi. കൊച്ചി അങ്ങനെ പറ. കൊച്ചി നല്ല അടിപൊളി സ്ഥലമല്ലേ? കൊച്ചി കണ്ടവന് അച്ചി വേണ്ട എന്നൊരു ചൊല്ലുണ്ട്, അത് കേട്ടിട്ടുണ്ടോ? പിന്നെ വൈകുന്നേരമായ പിന്നെ കുറച്ച് കൊതുകിന്റെ ഒക്കെ ശല്യമുണ്ട്. പിന്നെ മമ്മൊക്കെ പറഞ്ഞിട്ടുണ്ട്, കൊച്ചി പഴയ കൊച്ചിയല്ല, പഴയ ബിലാല് പഴയ ബിലാല്. What is this nonsense? അതങ്ങനെയല്ല. I want the money now. സാഹിബ് അങ്ങനെയല്ല അത്. What are you talking now, Mr. സാഹിബ്? അങ്ങനെയാണ് ലാലു മിസ്റ്റർ പറഞ്ഞേക്കുന്നത്. പേളി എന്തെങ്കിലും ഒന്ന് പറഞ്ഞു. അതെ, I call somebody. They come. You go. ഞാനൊരു ഓട്ടോ വിളിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇയാളെ വീട്ടിൽ കൊണ്ടാക്കാനായിട്ടേ ഒരു ഓട്ടോ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇയാളുടെ പ്ലെയിനെ ചെറുതായിട്ടൊരു മരത്തിൽ തട്ടിയിട്ട് പൊട്ടിപ്പൊളിഞ്ഞു പോയി, അത്രേ ഉള്ളൂ. വയനാട് ഇത്രയും പ്രയാസം ഉണ്ടാകും. നമ്മളാണ് കാരണക്കാരൻ. അല്ല, ഞാൻ ആ പ്ലെയിനിൽ നിന്ന് എപ്പോഴേ ചാടി. അപ്പൊ അയാളുടെ കൺട്രോൾ അയാൾക്ക് ഓടിക്കാൻ അറിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ പോയി. അയാളുടെ കൺട്രോൾ പോയി, എന്റെ കൺട്രോൾ പോയി. ചേട്ടാ ഓട്ടോക്കാരനാണല്ലേ? സുഖല്ലേ? ഇല്ല, മണ്ണാങ്കണ്ടം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മോനാ. അല്ല, ഇയാളിപ്പോ ഇങ്ങോട്ട് ഓടിക്കരുത് എന്തിനാ? ഈ പേളി മാമി വിളിച്ചിട്ട് വന്നു. മാണി. എനിക്ക് ഈ മൈക്കിൽ ഈ ഫോണിൽ കൂടെ കേട്ടപ്പോ ഒരു മാമിയുടെ ശബ്ദമായിട്ട് എനിക്ക് തോന്നി. ചേട്ടാ, ഞാൻ എന്താ വിളിച്ചെന്നറിയോ? മുടി തമ്മിൽ കുരുങ്ങോ? ഈ സായിപ്പിനെ ഒന്ന് ആക്കണോ? ആക്കണ കാര്യത്തിൽ ഞാൻ എന്റെ ഓട്ടോ സ്റ്റാൻഡിൽ ഏറ്റവും ടോപ്പാ. അതുകൊണ്ടല്ലേ ചേട്ടൻ തന്നെ വിളിച്ചത്. ഇതെന്നാ പൊക്കാടാ കോട്ടി പോലത്തെ പൊക്കം, കഴുകന്റെ സൈസ് മൂക്കും. നിങ്ങൾക്കൊക്കെ ഒരു ധാരണയുണ്ട് ഞങ്ങൾ ഇന്ത്യക്കാർ വെറും പാവപ്പെട്ടവരാണെന്ന്, കഴിവില്ലാത്തവരാണ്. നിങ്ങളെ ഉണ്ടല്ലോ, നിങ്ങൾ കേരളത്തിൽ വന്നിട്ട് ഒരു വർഷം നിന്ന് ഞാൻ നാണിച്ചു പോകും. ആക്കാൻ പറഞ്ഞു എങ്ങനെ? ഇത്രയും സുന്ദരനായ ചെറുപ്പക്കാരനെ ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് സമാധാനം ഉണ്ടാവോ? എനിക്കാണ് മുടിഞ്ഞ സംശയം. തന്റെ വീട്ടിലേക്കല്ല, പിന്നെ നിങ്ങളുടെ വീട്ടിലേക്കാണോ? ഞാൻ കുറെ ഇംഗ്ലീഷിന്റെ CD കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തമാരാട്ടോ. എന്റെ വീട്ടിലൊന്നും ആക്കാൻ പറ്റില്ല. എന്റെ വീട്ടിൽ എനിക്ക് കഞ്ഞിയും പയറും കഴിക്കണം. ഇയാള് വന്നാൽ ബ്രെഡും ജാമായിരിക്കും. പിന്നെ എന്താ ചെയ്യണേ? ഇയാളുടെ വീട്ടിൽ കൊണ്ടാക്കുക. ഇംഗ്ലണ്ട് വരെ ഞാൻ ഓട്ടോറിക്ഷ ഓടിച്ചു പോകണം. എന്റെ ചങ്ങാതി, എനിക്ക് ഇതിലെ ഓടിക്കാൻ തന്നെ ലൈസൻസ് ഇല്ല. പോരാത്തതിന് കൊറോണ ബാധിച്ച് എന്നെ കൊല്ലിക്കാനുള്ള പരിപാടിയല്ല പിമ്പിരിമുടിക്കാരി. ഇയാളുടെ വീട് ഇവിടെ നെടുമ്പാശ്ശേരി സൈഡിലാണ്.
നെടുമ്പാശ്ശേരി സൈഡിലാണോ? നെടുമ്പാശ്ശേരി സൈഡിലാണ്, ഞാൻ ഗൂഗിളായിട്ട് കൊണ്ടുവന്നാക്കും. ഓക്കെ ജയശ്രീ ഭായി നമസ്കാരം. ഓക്കെ 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 ബൈ സീ യു ശങ്കരൻ തമ്പി. Give me my money. I kid you. തോക്ക് താഴെ ഇടാന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയണേ? ഗണ്ണ് കണ്ണ് അത് മനസ്സിലായി. ഇത് താഴെ ഇടാൻ എന്താ പറഞ്ഞേ? ഡ്രോപ്പ് ഡ്രോപ്പ് യുവർ ഗൺ. ഡ്രോപ്പ് ദ ഗൺ. ഡ്രോപ്പ് യുവർ ഗൺ ബേബി. നിന്റെ അച്ഛനാടാന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? യുവർ ഫാദർ ഇസ് എ ടെൽ. യുവർ ഫാദർ ഈസ് എ ടെൽ. ഡ്രോപ്പ് യുവർ ഗൺ ബേബി. ചേട്ടൻ എന്താ ഉദ്ദേശിച്ചേ? നിന്റെ അച്ഛനാ പറയണേ. തോക്ക് താഴെ ഇടാ. അയ്യേ കിരീടം കണ്ടിട്ടുണ്ട്. അയാള് തലേ കൈ വെച്ചിട്ട് കൊഞ്ഞനം കുത്തണ എന്താ? അയാളെ പിടിച്ചോണ്ട് പോ. കരഞ്ഞതാണോ? ഞാനടുത്ത് കൊഞ്ഞനം കുത്തനായിരിക്കും. സോറി പ്ലീസ് ഗോ. ഓക്കെ ഡോണ്ട് ക്രൈ. ടാറ്റാ. ഓ യാ കം ഓൺ ബേബി. വാ സായിപ്പേ, നമുക്ക് വീട്ടിൽ പോകാം. സായിപ്പേ, നമ്മൾ കേരളം എന്ന് പറയുന്നത് ഇട്ടാവട്ടത്തിൽ കിടന്ന ഇന്ത്യ അല്ല നിങ്ങൾ കണ്ടുള്ള പശ്ചിമേഷ്യ. എന്താല്ലേ പുലി പോലെ വന്നവനെ എലി പോലെ പോയി അല്ലേ? എലിപോലെ പോയി. ഇനി ആരെങ്കിലും പൈസ വെച്ച് വരുവോ? വെളിയായി ഞാനും വരാണ്ടാ? ഇല്ല, ഇനി ആരും വരാനില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. ഞാൻ ഇത്രയ്ക്ക് ഒപ്പിച്ചിട്ടുള്ളൂ. കാശ് കൊടുക്കാനൊന്നും ഇല്ല, ഞാൻ നിഷ്കുവല്ലേ. ആക്ച്വലി നിങ്ങളുടെ രണ്ടുപേരുടെയും ഭയങ്കര ഫാൻസ് ഇവിടെ വന്നിട്ടുണ്ട്. സോ ജേട്ടന്റെ ആക്ച്വൽ ഫാൻ ഞാൻ വിളിക്കുവാണ്. ലെറ്റ്സ് ഇൻവൈറ്റ് എന്തോ എനിക്ക് ഇഷ്ടമാണ് നിന്നെ, ആൻസി. അത് നോക്ക്, തിരിഞ്ഞു നോക്ക്. മനസ്സിൽ കുറ്റബോധം തോന്നി തുടങ്ങുന്നു. ആൻസി, ഞാൻ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കും. ഹലോ ആൻസി. എന്ത് ചെയ്യുന്നത്? ഫാഷൻ ഡിസൈനറാണ്. ആ അടിപൊളി. എവിടെ? കലൂര്. ആൻസിയുടെ കണ്ണ് നിറയുന്നു. ഫസ്റ്റ് ടൈമല്ലേ? ആക്ച്വലി ആ കണ്ണിൽ സൂം ചെയ്യൂ. കരയുന്നു. ആനന്ദാശ്രമം. ആശ്രമം എത്ര വലിയ ഫാനാണെന്ന് പ്രൂവ് ചെയ്ത് കാണിക്കും. സത്യം പറയാം, ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, നീ അന്ന് കഴിക്കുന്ന മരുന്ന് ഇപ്പൊ കഴിക്കുന്നില്ല. അതാണ് പ്രൂവ് ചെയ്ത് കാണിക്കുന്നു. എന്തുകൊണ്ടാണ് ജയേട്ടന്റെ, ഞാൻ ചോദിക്കാം, ജയേട്ടന്റെ ഓരോ പോസ്റ്റിലും കുട്ടി കമന്റ് ചെയ്യാറുണ്ട്? ഉണ്ട്. ഇതുവരെ ഇട്ട എല്ലാ പോസ്റ്റും ജയേട്ടൻ ലൈക്ക് ചെയ്തിട്ടുണ്ട്. ആണോ? അതെ. അപ്പൊ പിന്നെ എന്റെ ആയിരിക്കില്ല മോളെ. മോള് മാറി എന്തോ ഇത് ചെയ്യുന്നുണ്ട്. ആണല്ലേ? ദൈവമേ, ചിലപ്പോ ആയിരിക്കും കേട്ടോ. ആൻസി, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഹിയർ. പക്ഷെ ഇപ്പൊ പോവാൻ സമയമായിട്ടില്ല. ആൻസി ഇവിടുന്ന് പോകുമ്പോഴേക്കും ചിലപ്പോൾ ചേട്ടനോട് അടുത്ത സിനിമ അഭിനയിക്കാനുള്ള ചാൻസ് വരെ കിട്ടും. അത്ര വലിയ സ്റ്റാർ ആയിട്ടായിരിക്കും ആൻസി ഇവിടുന്ന് പോകുന്നത്, അല്ലേ ചേട്ടാ? എന്തിനെ കണ്ണടിച്ചാണെങ്കിൽ അതെനിക്ക് ഉറപ്പ് പറയാൻ ചെറുതായിട്ട് ഈ മസ്കാരയൊക്കെ കണ്ടു വിട്ടേ. ഭയങ്കര മസ്കാര പൊടി. അപ്പം ഇനി നമ്മൾ ഓരോ ഫാനിനെയും കൂടെ വിളിക്കാൻ പോവുകയാണ്. ഇറ്റ്സ് നൺ അതർ ദാൻ നമിതയുടെ ഒരു ഹാർഡ് കോർ ഫാൻ. നമിതയുടെ പുഞ്ചിരി, നമിതയുടെ പല്ല്, നമിതയുടെ കണ്ണ്, നമിതയുടെ മൂക്ക്, ഇതൊന്നും കാണാത്ത എല്ലാം ഈ ഫാനിന് ഇഷ്ടാണ്. എന്തോ ഇഷ്ടാണ് എനിക്ക്. നിതിൻ. എന്തുണ്ട് വിശേഷം? അടിപൊളിയാണ്. അടിപൊളിയാണ്. ശേഷം എല്ലാം അടിപൊളിയാണ്. എവിടെയാ താമസിക്കുന്നത്? ഞാൻ വീട് കോട്ടയമാണ്. എറണാകുളത്ത് തന്നെ താമസിക്കുന്ന ആളാണ്. സിനിമാ മോഹിയാണ്. നമിതയുടെ മോഹിയല്ല. ഓ, എന്തായാലും എനിക്ക് തിരിച്ചാ ഫീൽ ചെയ്ത് നമിതയാണ് ഇയാളുടെ ഫാൻ എന്നാണ്. നമിതയുടെ മുഖം കേട്ടപ്പോ തോന്നിയത്. എന്താ പേര്? ബേസിക്കലി നിങ്ങളിപ്പോ രണ്ട് ടീംസ് ആണ്. ബിക്കോസ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ടീമായിട്ട് നിൽക്കാം. നിങ്ങൾ രണ്ടൊരു ടീമാണ്. ഐ വിൽ ആസ്ക് യു സം ക്വസ്റ്റ്യൻസ്. അപ്പൊ അതിൽ ജയിക്കുന്ന ടീമിന് ഒരു ഭയങ്കര സമ്മാനമൊക്കെ ഉണ്ട്. യെസ്, ക്വസ്റ്റ്യൻസ് ഏത് ലെവലിലാണ്? നല്ല ഇന്റലിജന്റ് നോളജ് ആയതുകൊണ്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഈ ഒരു സമയത്ത് എനിക്ക് എന്റെ ഇങ്ങോട്ടേക്ക് എനിക്കും ഒരു ചെറിയൊരു ഫാൻ ഉണ്ട്. നിങ്ങൾക്ക് മാത്രല്ല, ഐ ഓൾസോ ഹാവ് എ ഫാൻ. അപ്പൊ ഞാൻ ആ ഫാനിനെ വിളിക്കാൻ പോവാണ്. It's none other than Yashwant Sahai. जी मैम साहब, Yeah, मैं आया. ഇതാണ് ആയാണോ സഹായിയാണോ? आया सहाय. मैं आया. मैं आया हूँ.
നമസ്കാരം. യശ്വന്ത് സഹായി. സത്യത്തിൽ മലയാളിയാണ്. വളരെ സഹായം നെഞ്ചത്ത് വേളിയുടെ ഫോട്ടോ നെഞ്ചിനകത്ത് അതാണ് അവിടെയാണ് അതാണ് എന്റെ തലയിൽ എന്തിനാണ് കത്തി വെച്ചിരിക്കുന്നത് മാറ്റിട്ട്. അല്ല അത് വേളിച്ചേച്ചി എപ്പോഴെങ്കിലും എന്നെ ചീത്ത പറയണ ഇതുകൊണ്ട് കുത്തിച്ചാവാൻ കുത്തി കൊല്ലണം. ഞാൻ മാഡത്തിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ കാരണം ഇപ്പൊ ഇവിടെ പറഞ്ഞ പോലെ കണ്ണ് മൂക്ക് പല്ല് അതൊന്നുമല്ല, ബുദ്ധിയാണ്. വെരി ഗുഡ്. ഇല്ലാത്തതിനെയാണ് ഇഷ്ടപ്പെടുന്നത്. ഇത് എന്റെ മാഡം രാത്രിയിൽ ഉറക്കമൊളിച്ചിരുന്ന് ആലോചിച്ച് കണ്ടെത്തി ഉണ്ടാക്കിയ കുറെ ബുദ്ധിപരമായ ചോദ്യങ്ങളാണ്. മെഴുകുതിരിയൊക്കെ കത്തിച്ചിട്ട്. അപ്പൊ ഇത് ഞാൻ മാഡത്തിന്റെ കൊടുക്കുകയാണ്. ഈ ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കും. നിങ്ങൾ അതിന് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ അതിനുള്ളത് അനുഭവിക്കാൻ പോകുന്നത് ഡൈ ഹാഡ് ഫാൻസ് ആയിരിക്കും. അവർ അനുഭവിക്കാൻ പോകുന്ന സംഭവമാണ് ഇതിന്റെ ഉള്ളിലുള്ളത്. ഇതും ഞങ്ങളുടെ ഇവിടുത്തെ പച്ചക്കറി തോട്ടത്തിൽ ഉണ്ടാക്കിയെടുത്ത അതിമനോഹരമായ പാവയ്ക്ക ഇത് അവരാണ് കുടിക്കേണ്ടത്. മേലലിഞ്ഞ് അവരാരെ ആരാധിക്കാത്ത അവസ്ഥയിലേക്ക് ഞങ്ങൾ ആക്കും. എങ്ങനെയുണ്ട്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ നിന്നും ആദ്യമായി ഇന്ത്യക്ക് പുറത്തുപോയ വനിത ആര്? ആരുടെ കൂടെ എവിടെ? ഇതിന്റെ ഉത്തരം കേൾക്കട്ടെ, എന്നിട്ട് വേണം തീരുമാനിക്കാൻ. എവിടെയാ പോയത്? ക്ലൂ വേണമെങ്കിൽ ഇതൊരു പുരാണമാണ്. അതാണ്. ഇത് വലിയൊരു ക്ലൂ ആയി പോയല്ലോ. കിട്ടിയില്ലേ? ഏറെക്കുറെ ശ്രീലങ്ക പോയ ഫോർ എക്സാമ്പിൾ ശ്രീലങ്ക പോയ ആളാണ്. പഴയ ഒരു സിനിമയില് ദിലീപേട്ടൻ പാടിയതുപോലെ സീത പോയത് അല്ലേ? ശ്രീലങ്ക പോയത് രാവണൻ വഴി പുഷ്പവിമാനത്തില്. അപ്പൊ ആൻസർ എന്താണ്? ആരാ പോയത്? സീത. പക്ഷെ പറഞ്ഞത് ചേട്ടനല്ലേ? കുഴപ്പമില്ല. ഞാൻ ജയിച്ചതല്ലേ, അപ്പൊ ഞാനാണ് തീരുമാനിക്കുക. നീ കുടിക്കണ്ട. ഇത് കള്ളക്കളി. എനിക്ക് തീരുമാനിക്കാലോ. നീ പോകുന്ന വഴിക്ക് ഇതെല്ലാം മൊത്തം കുടിപ്പിച്ച് ഞാൻ വിടും. എനിക്ക് പരാതിയില്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ ജയേട്ടനോടാണ്. ഒരപ്പനും മകനും മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയി. അങ്ങോട്ടാ അപ്പന്റെ കയ്യിൽ ഒരു മിഠായി മാത്രമുണ്ട്. മിഠായി മാത്രമുണ്ട്. ആ മിഠായി കൊണ്ട് അവർ എങ്ങനെ രക്ഷപ്പെടും? പറഞ്ഞു കൊടുക്കരുത്. ഇവര് പറഞ്ഞില്ലെങ്കിൽ അപ്പൊ പറഞ്ഞോളൂ. ഈ കുട്ടിയുടെ കയ്യിൽ മിഠായി ഉണ്ടല്ലോ, മിഠായി ഇങ്ങനെ ഓപ്പൺ ചെയ്യും. അപ്പൊ അത് കഴിക്കും. അപ്പൊ ആ കുട്ടി സന്തോഷവാനാവും. എന്നിട്ട് ആ വാനിൽ കയറി അടിപൊളി. ഓ മൈ ഗോഡ്, നമ്മളെക്കാളും ബുദ്ധിയുള്ളവരുണ്ട് മാഡം. ചുമ്മാ അല്ല, ഈ കുട്ടിക്ക് 10ാം ക്ലാസ്സിൽ 94% കിട്ടിയത്. പിന്നല്ല. ചോദിച്ചോ ഫാനിനെ മാത്രമല്ല ഈ പ്രോഗ്രാമിന് വിളിക്കേണ്ടത്, ഒരു ഡോക്ടറെയും കൂടി വിളിക്കാൻ. പുറത്തൊരു ആംബുലൻസ് ഉണ്ട്. ഈ വാൻ ആംബുലൻസ് ആക്കി മാറ്റാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, സ്ഥാനം മാറും തോറും പേര് മാറുന്നത് എന്ത്? അത് കറക്റ്റ് ആണ്. കൊള്ളാം. വെരി ഗുഡ്. മുടി. കറക്റ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇത് ചേട്ടനോടാ. പെണ്ണുങ്ങൾ എല്ലാവരെയും ഇത് കാണിച്ചുകൊണ്ട് നടക്കും, ആണുങ്ങൾ ഇത് കാണിക്കില്ല. പെണ്ണുങ്ങൾ ഇത് എല്ലാരെയും കാണിച്ചുകൊണ്ട് നടക്കും, ആണുങ്ങൾ ഇത് ആരും കാണിക്കില്ല. പേഴ്സാണോ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കടലമ്മ എന്ന പേരുള്ള നടി. ശീലാമ്മ. സോറി, കടൽ അമ്മ. അതും കിട്ടി. കടൽ അമ്മ എന്ന പേരുള്ള പഴയ നടിയാണ്. അതെ, ഞാൻ ചോദിക്കട്ടെ. ശീലാമ്മ. കടൽ അമ്മ. കുട്ടി പറയൂ. കടൽ. അപ്പൊ ഞാനും പറഞ്ഞില്ലേ. ഹലോ ഒരു മിനിറ്റ്. കടൽ അമ്മ. ശീലാമ്മ. ജയിക്കാൻ വേണ്ടി എന്തോരം കഷ്ടപ്പെടുന്നു നോക്കും. അല്ല എന്താ അറിയോ, ഞാൻ ഇതിൽ തോറ്റുപോയത് എനിക്ക് ഭയങ്കര വിഷമം. എന്തായാലും കുട്ടിയുടെ എക്സ്പ്രഷൻ എനിക്കൊന്ന് കാണുന്നുണ്ട്. ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കലങ്ങിയില്ല. നല്ലോണം കലക്കി വെളിമാണിനെ ആദ്യം കണ്ടപ്പോഴുള്ള എക്സ്പ്രഷൻ ഒരാളുടെ എന്താണ്. എന്തായാലും നമിത, യു ആർ ദ വിന്നർ. താങ്ക് യു. ഒരു ഭയങ്കര ഒരു ഗിഫ്റ്റ് ആണ് നമിതയ്ക്ക് ഞാൻ കൊടുക്കാൻ പോകുന്നത്. ഈ ഗിഫ്റ്റ് സത്യം പറയാ അധികം പേർക്ക് കൊടുക്കാറില്ല. ഈ ഗിഫ്റ്റ് ഇറ്റ്സ് എ വെരി റെയർ ഗിഫ്റ്റ്. ഓക്കെ, കേട്ടിപ്പിടിച്ചു. എങ്ങനെയുണ്ട്
എങ്ങനെയുണ്ട് ഗിഫ്റ്റ്? ഒരു ഫീൽ വന്നില്ലേ? ഒരു ഫീൽ ക്യൂ ആയിട്ട് നിൽക്കണം. താങ്ക് യു സോ മച്ച്. ഈ ഒരു സെഗ്മെന്റ് അവസാനിച്ചിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ആലൻ സ്കോട്ട് സ്പോൺസർ ചെയ്യുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ ആണ്. ഇത് വെറൈറ്റി ഗിഫ്റ്റ് ആണ്. ഇത് വെറൈറ്റി ആണ്. ഫ്രഷ് ഫ്രഷ് ഫ്രഷ്. ഇത് നോക്കൂ. വെറും ഫോട്ടോ അല്ല, ഈ ഫോട്ടോയുടെ മേളിൽ നിങ്ങൾ രണ്ടുപേരും ഓട്ടോഗ്രാഫ് നിങ്ങളുടെ അപ്പൊ എങ്ങനെയാണ് ഇങ്ങനെ സുന്ദരിയായിട്ടിരിക്കുന്നത്? എനിക്ക് എപ്പോഴും ചോദിക്കണമെന്നുണ്ട്. എപ്പോഴും ഡയറ്റ് ആണോ? ലൈക്ക് വാട്ട് യു ഡു? ഡയറ്റ് അല്ല, എല്ലാ ഭക്ഷണം കഴിക്കും. ബേസിക് എക്സസൈസ്, രാവിലെ യോഗ, സ്കിപ്പിംഗ്, അങ്ങനെ എന്തെങ്കിലും. യോഗ സ്കിപ്പ് ചെയ്യും. യോഗയും സ്കിപ്പിംഗ് ഒരുമിച്ചാണോ ചെയ്യുന്നത്? അല്ല, 15 minutes അങ്ങനെ ടൈം വെച്ചിട്ട്. സത്യം പറയണേ, ഇത് എല്ലാ ആക്ട്രസുകളും ഇങ്ങനെയൊക്കെ പറയും, പക്ഷെ റിയൽ ലൈഫിൽ എന്തായിരിക്കും അവർ? ഞാൻ എല്ലാ ഭക്ഷണവും കഴിക്കും. അതാണ് റിയാലിറ്റി. ഞാൻ നന്നായിട്ട് ചോറ് കഴിക്കും, എനിക്ക് ഇഷ്ടമുള്ള എല്ലാം കഴിക്കും, പക്ഷെ ഒരു മിനിമൽ എമൗണ്ട്. പിന്നെ മാത്രമല്ല, എനിക്ക് തോന്നുന്നു നമിത അങ്ങനെ തടിക്കുന്ന ശരീരം അല്ലായിരിക്കും. ചിലപ്പോൾ അതായിരിക്കും നമുക്ക്. എനിവേ, താങ്ക് യു സോ മച്ച് ബോത്ത് ഓഫ് യു ഫോർ കമ്മിങ്. അപ്പോൾ ഫണി നൈറ്റ്സ് വിത്ത് പേർലി മാനിയിൽ നിങ്ങൾ കുറേ നിങ്ങളുടെ ആശയങ്ങൾ പങ്കുവച്ചു. നിങ്ങളുടെ ഫണ്ണി സൈഡ് കാണിച്ചു, നല്ല സൈഡ് കാണിച്ചു, നിങ്ങളുടെ ഹെൽത്തി സൈഡ് കാണിച്ചു, നിങ്ങളുടെ ക്യൂട്ട് സൈഡ് കാണിച്ചു, എല്ലാ സൈഡും കാണിച്ചു. ഒരു ഫാൻ മൊമെന്റ് ഇവിടെ നടന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ് ദിസ് ബ്യൂട്ടിഫുൾ ഷോ വിത്ത് നമിത ആൻഡ് ജയേട്ടൻ. സ്വയംവര സിൽക്സ് ആൻഡ് Kylie Jewelers presents This is Funny Nights with Parimani. Bye!